ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. മലയാളി താരമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമങ്ങളും കണ്ടെത്തിയ ഒരു കാര്യമാണ്. സഞ്ജു രാജസ്ഥാൻ റോയൽസിൽ ഹാപ്പിയല്ല, അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വിട്ടു പോവാനുള്ള ഒരു അനുമതി തനിക്ക് നൽകണം എന്ന് സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തിന് വേണ്ടി വലിയ തോതിൽ ശ്രമിക്കുന്നു. KKRനും ഈ താരത്തിൽ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ്, അതുപോലെ തന്നെ RCB എന്നിവർക്കും സഞ്ജുവിൽ താല്പര്യമുണ്ട് എന്ന കാര്യം സഞ്ജുവിന്റെ കസിൻ ബ്രദർ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ മുൻ CSK താരമായിരുന്ന ബദ്രിനാഥ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള കാരണം അത് റിയാൻ പരാഗ് ആണ് എന്നാണ് ബദ്രിനാഥ് പറഞ്ഞിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസ് പരാഗിനാണ് ഇപ്പോൾ സഞ്ജുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ക്യാപ്റ്റൻ പൊസിഷനിലേക്ക് പരാഗിനെ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് സഞ്ജു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ബദ്രിനാഥ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജുവിനെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തെ എവിടെ കളിപ്പിക്കും എന്ന ഒരു സംശയം കൂടി ഇദ്ദേഹം ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള കാരണം റിയാൻ പരാഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ റിയാൻ പരാഗിനെയാണ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് പരിഗണിക്കുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സഞ്ജു അവിടെ തുടരേണ്ടത്? സഞ്ജു ചെന്നൈയിൽ എത്തുന്നത് ധോണിയുടെ പകരക്കാരനായി കൊണ്ടായിരിക്കും. ടോപ്പ് ഓർഡറിൽ മാത്രം ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് സഞ്ജു. അദ്ദേഹത്തെ ധോണിയുടെ പൊസിഷനിൽ അഥവാ അഞ്ചാമതോ ആറാമതോ കളിപ്പിക്കേണ്ട ഒരു താരമല്ല. ചെന്നൈയുടെ ടോപ്പ് ഓർഡർ ഇപ്പോൾ തന്നെ വളരെയധികം ശക്തമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു വന്നാൽ അദ്ദേഹത്തെ എവിടെ കളിപ്പിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതാണ് മുൻ ചെന്നൈ താരമായ ബദ്രിനാഥ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു മികച്ച താരത്തെ ഇപ്പോൾ CSKക്ക് ആവശ്യമുണ്ട്. മികച്ച വിക്കറ്റ് കീപ്പറെ ആവശ്യമുണ്ട്. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിനെ ആവശ്യമുണ്ട്. ഒരു ബാറ്റ്സ്മാനെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ഇപ്പോൾ അവർ പരിഗണിക്കുന്നത്. സഞ്ജുവിനും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.